ഒരു പുസ്തകത്തിനുള്ളിലെ പൂവ്. കോഴിക്കോട് നഗരത്തിലെ പഴയ കോളേജ് ലൈബ്രറി. വലിയ ജനലുകൾ, പൊടിപിടിച്ച പുസ്തകങ്ങൾ, നിശ്ശബ്ദതയിൽ പേജുകൾ തിരിയുന്ന ശബ്ദം. ആ ലൈബ്രറിയിൽ ദിവസവും വൈകുന്നേരം 5 മണിക്കെത്തുന്ന ഒരാൾ. ആകാശ്. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു സാധാരണ വിദ്യാർത്ഥി. ജീവിതം മുഴുവൻ ലക്ഷ്യങ്ങളും പദ്ധതികളും. പക്ഷേ ഹൃദയം ഒറ്റപ്പെട്ടത്. ഒരു ദിവസം അവനെടുത്തൊരു പഴയ നോവലിന്റെ ഇടയിൽ ഒരു ഉണങ്ങിയ ജാതിമല്ലി പൂവ് വീണു. അവനതിനെ കരുതലോടെ എടുത്തു. പൂവിനൊപ്പം ഒരു ചെറിയ കുറിപ്പ്. ചില കഥകൾ ഒരിക്കൽ മാത്രം വായിക്കാൻ വേണ്ടിയല്ല. ആ കൈയെഴുത്ത് അവന്റെ മനസ്സിൽ ഒരു കൗതുകം വിതച്ചു. അടുത്ത ദിവസങ്ങളിൽ അവൻ അതേ റാക്കിൽ നിന്ന് പുസ്തകങ്ങൾ എടുക്കാൻ തുടങ്ങി. ഓരോന്നിലും ചെറിയ കുറിപ്പുകൾ. ചിലത് കവിതകൾ, ചിലത് ചോദ്യങ്ങൾ, ചിലതൊരു പുഞ്ചിരി പോലെ തോന്നുന്ന വരികൾ. അവൻ തിരിച്ചും ഒരു കുറിപ്പ് എഴുതിവെച്ചു. നിങ്ങൾ ആരാണ്? ഒരാഴ്ചയ്ക്ക് ശേഷം മറുപടി. പുസ്തകങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരാൾ. അവൾ ദിയ. അവൾ ലൈബ്രറിയിലെ വോളണ്ടിയർ, പുസ്തകങ്ങൾ ക്രമപ്പെടുത്തുന്നവൾ, ജീവിതത്തിൽ ഒരിക്കൽ പ്രണയത്തിൽ പരാജയപ്പെട്ടവൾ, ഇനി നേരിട്ട് ഹൃദയം തുറക്കാൻ ധൈര്യമില്ലാത്തവൾ. ഒരു മഴയുള്ള സന്ധ്യയിൽ ലൈബ്രറി അടയ്ക്കുന്ന സമയത്ത് ആകാശ് പുറത്തേക്കു പോകുമ്പോൾ ജനൽക്കരയിലൊരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ടു. കയ്യിൽ ജാതിമല്ലിപ്പൂക്കൾ. നിങ്ങൾ? അവൻ മന്ദമായി ചോദിച്ചു. അവൾ ചിരിച്ചു. പുസ്തകത്തിനുള്ളിലെ പൂവ് ഞാൻ തന്നെയാണ്. മഴ പെയ്തുകൊണ്ടിരുന്നു. നീ എന്തിനാണിങ്ങനെ കുറിപ്പുകൾ എഴുതിയത്? ആകാശ് ചോദിച്ചു. ദിയ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഒരിക്കൽ ഞാനെന്റെ കഥ നേരിട്ട് പറഞ്ഞിരുന്നു. അവൻ കേട്ടില്ല. ഇപ്പോൾ ഞാൻ പുസ്തകങ്ങളോട് മാത്രമാണ് സംസാരിക്കുന്നത്. ആകാശ് നിശ്ശബ്ദമായി പറഞ്ഞു. എനിക്ക് കേൾക്കാൻ സമയമുണ്ട്. ആ വാക്കുകൾ ദിയയുടെ ഹൃദയത്തിൽ പതിച്ചു. അടുത്ത ദിവസങ്ങളിൽ അവർ ലൈബ്രറിയിൽ ചേർന്നിരുന്നു. പുസ്തകങ്ങൾക്കിടയിൽ, മഴയ്ക്കിടയിൽ, കുറിപ്പുകളില്ലാതെ നേരിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഒരു ദിവസം ദിയ അവനോട് ചോദിച്ചു, നമ്മുടെ കഥ ഒരു പുസ്തകമാകുമോ? ആകാശ് ചിരിച്ചു. ആവാം, പക്ഷെ അതിന്റെ ഇടയിൽ ഒരു പൂവ് വേണം. അവനൊരു പുതിയ പുസ്തകം തുറന്ന് അതിന്റെ ആദ്യ പേജിൽ ഒരു ജാതിമല്ലിപ്പൂവ് വെച്ചു. അതിന്റെ കീഴിൽ എഴുതി, ഈ പ്രാവശ്യം കഥ നമുക്ക് നേരിട്ട് പറയാം. ചില പ്രണയങ്ങൾ വലിയ പ്രഖ്യാപനങ്ങളിലൂടെ വരില്ല. അവ ഒരു പുസ്തകത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പൂവ് പോലെ ശാന്തമായി വിരിയും. ഫ്ലവർ, ബുക്ക്, റെഡ്. ചിലപ്പോഴൊക്കെ ജീവിതത്തിലെ വലിയ കാര്യങ്ങൾ ഒരു ചെറിയ തെറ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. ആദ്യ കോൾ. ഒരു വൈകുന്നേരം അഭിൻ തന്റെ ഫോൺ എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു. പക്ഷേ ഒരു ഡിജിറ്റ് തെറ്റി. ഹലോ. ഒരു പെൺശബ്ദം. സോറി, തെറ്റായ നമ്പർ. അവൾ ചിരിച്ചു. പ്രശ്നമില്ല. അവൻ ഫോൺ വെക്കാൻ പോകുമ്പോൾ, ഒരു മിനിറ്റ്, അവൾ പറഞ്ഞു. ഇന്ന് ഞാൻ ഒരുപാട് ബോറടിക്കുന്നു. കുറച്ചുനേരം സംസാരിക്കാമോ? അഭിൻ അല്പം ഞെട്ടി, പിന്നെ ചിരിച്ചു. ശരി. അപരിചിതരിൽ നിന്ന് അടുപ്പത്തിലേക്ക്. ആ ദിവസം 5 മിനിറ്റ് സംസാരിച്ച കോൾ 1 മണിക്കൂറായി. ഞാൻ അനന്യ. ഞാൻ അഭിൻ. അവരൊരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പുസ്തകങ്ങൾ, സിനിമകൾ, സ്വപ്നങ്ങൾ. ദിവസങ്ങൾ ശീലമായി. അടുത്ത ദിവസം അനന്യയുടെ കോൾ വന്നു. തെറ്റായ നമ്പർ. അവൾ ചിരിച്ചു. അഭിൻ ചിരിച്ചു. ഇപ്പോ അത് ശരിയായ നമ്പറാണ്. അതൊരു ശീലമായി. രാത്രി കോളുകൾ, നീണ്ട സംഭാഷണങ്ങൾ. അവൾ പറഞ്ഞു, നിനക്കൊപ്പമുള്ള സംസാരങ്ങൾ എനിക്കൊരു സമാധാനമാണ്. അഭിൻ മനസ്സിലൊരു ചിരി. മഴ പെയ്തു. കണ്ടുമുട്ടാനുള്ള തീരുമാനം. ഒരു ദിവസം. നമ്മൾ നേരിൽ കാണാമോ? അഭിൻ ചോദിച്ചു. ഒരു നിമിഷം നിശബ്ദത. ശരി, അനന്യ പറഞ്ഞു. നാളെ പാർക്കിൽ. ആകാംക്ഷ. അഭിൻ അടുത്ത ദിവസം നേരത്തെ എത്തി. ഹൃദയം ശക്തമായി മിടിച്ചു. ഓരോ പെൺകുട്ടിയെയും നോക്കി. അവളാണോ? സമയം കടന്നുപോയി. അവൾ വന്നില്ല. ഭയം. അവന്റെ ഫോൺ റിംഗ് ചെയ്തു. അനന്യ. നീ വന്നോ? അവൾ ചോദിച്ചു. അതെ. നീ എവിടെയാണ്? അവൾ നിശബ്ദമായി. അഭിൻ, ഞാൻ വരില്ല. എന്തിന്? അവളുടെ ശബ്ദം കുലുങ്ങി. നിനക്കെന്നെ ഇഷ്ടമായത് എന്റെ ശബ്ദം കൊണ്ടാണ്, എന്റെ മനസ്സുകൊണ്ടാണ്. അതെ, പക്ഷേ എന്നെ കാണുമ്പോൾ നീ അതേപോലെ കാണില്ലെന്നെനിക്ക് പേടിയുണ്ട്. പ്രണയത്തിന്റെ സത്യം. അഭിൻ മൃദുവായി പറഞ്ഞു. അനന്യ, ഞാൻ നിന്നെ കാണണം. കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അവൾ മിണ്ടാതെയായി. സൗന്ദര്യം എനിക്ക് കേൾക്കാൻ കഴിയുന്നൊന്നാണ്.
അഭിൻ പറഞ്ഞു. നിന്റെ ശബ്ദത്തിൽ, നിന്റെ വാക്കുകളിൽ. മാസങ്ങൾ, കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം അഭിന്റെ പിന്നിൽ നിന്നൊരു ശബ്ദം. അഭിൻ. അവൻ തിരിഞ്ഞു. ഒരു പെൺകുട്ടി. ഭയത്തോടെ, പക്ഷേ പ്രതീക്ഷയോടെ. അനന്യ. അവൾ ചിരിച്ചു, കണ്ണു നിറച്ച്. അവസാന വരി. ചില പ്രണയങ്ങൾ കണ്ണുകൾ കൊണ്ടല്ല, ഹൃദയം കൊണ്ട് കാണേണ്ടതാണ്.